Alien versus Alien. Alien versus Alien. ഇങ്ങോട്ടുണ്ടാ മക്കളെ, എത്ര നേരം കൊണ്ട് തോണ്ടിക്കൊണ്ടിരിക്കുവാ. സെർച്ച് ചെയ്യട്ടെ അമ്മൂമ്മ. കിട്ടി കിട്ടി നോക്ക്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞ് ചെളിവെള്ളത്തിനകത്ത് കിടന്ന് കുളിക്കുന്നു നോക്ക്. ഇത് ചെളിവെള്ളത്തിനകത്ത് കുളിക്കണല്ല. അമ്മൂമ്മ, ഈ റോഡില് വലിയ കുളം പോലത്തെ കുണ്ടും കുരിയല്ലേ ഇപ്പൊ ഉള്ളത്. അപ്പൊ അത് അടയ്ക്കാൻ വേണ്ടി ഡാഡി സമരം ചെയ്തതാ ചെളിവെള്ളത്തിൽ കുളിച്ച്. ദൈവമേ, കഷ്ടം. ദൈവമേ, ജനങ്ങൾക്ക് വേണ്ടി എന്റെ കുഞ്ഞ് പ്രവർത്തിക്കുന്നു നോക്കത് നട്ടുച്ച സമയം. തന്നെ അമ്മൂമ്മ, ഡാഡിയുടെ പാർട്ടിയിൽ ഒരുപാട് അണിയാൽ ഈ സമരത്തിന് വേണ്ടി തയ്യാർ ചെയ്തതാ. പക്ഷെ ആർക്കും വയ്യ, എന്റെ ഡാഡിക്ക് മാത്രം ഇത് സാധിച്ചു. നോക്ക്, എത്ര 5K എന്നൊക്കെ ഇട്ട് വെച്ചേക്കുന്ന 5000 പേര് ഉണ്ട്. എന്ത് ഇതോ? ആ, ലൈക്ക് നോക്കമ്മ, 3000 എത്ര ഉണ്ട്. ഇത് ഭയങ്കര സംഭവം. കാണ. നിനക്ക് പുച്ഛായില്ലേ കാണ. എന്റെ കുഞ്ഞ് നടന്ന് നാടിന് വേണ്ടി കിടന്ന് പ്രവർത്തിക്കുന്നത് നിനക്കൊക്കെ പുച്ഛ. ഞാനിതിനെ പുച്ഛിക്കണത് അതെന്റെ കെട്ടിയോനാ. അവക്ക് പിടിച്ചില്ലടാ ഞാൻ പറഞ്ഞത്. അവക്കൊട്ടും പിടിച്ചില്ല. അതെ, ഇത്തരത്തിലുള്ള വർത്താനം പറഞ്ഞ അമ്മയാണെങ്കിലും ശരി അമ്മായിയമ്മയാണെങ്കിലും ശരി ആർക്കും പിടിക്കൂല. തല ചോടി എനിക്ക് ഒരു വിലയില്ലല്ലോ അവിടെ. എടാ, നീ ഇവിടുന്ന് കഴിയേണ്ടവനല്ല. ഇവക്കടെ കൂടെ കൂടിയാ നീ ഇങ്ങനെ ഇവിടെ കഴിയേണ്ട വന്നത്. വേറെ വല്ല പെങ്കൊച്ചിനെയും കെട്ടിയായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് എവിടെ കഴിയേണ്ടവനാ. എന്റെ കുഞ്ഞ് വന്ന് കിടന്ന് കുഞ്ഞിനെ കൊണ്ടുപോയിക്കോ എവിടെയെങ്കിലും എന്നാ. ഇവിടെ അച്ചി വീട്ടിലെ പൊറുതിയൊക്കെ മതി. നീ പാലെല്ലാം കാണാൻ വാ. അവിടെ വായിരിക്കുന്ന മൊത്തം കേൾക്കുകയും വേണം. നാണം കെട്ട് നീ ഇച്ചി വിലയും നിലയൊക്കെ ഉള്ളവനില്ലേ. നീ ഇങ്ങനെ നടന്ന് പെണ്ണിന്റെ വായിരിക്കുന്ന കേട്ടോണ്ട് ഇവിടെ കിടന്ന് കേൾക്കുന്നവരെന്താ പറയും. മക്കളിൽ നിന്ന് കേട്ട് പഠിക്കല്ലേ. എന്നെ അങ്ങോട്ട് ഡൈവോഴ്സ് ചെയ്യിട്ടോ. എന്നിട്ട് അമ്മ പറയണ പെണ്ണിനെ എന്താണെന്ന് കിട്ട്. പാലാൽ ഇഷ്ടംപോലെ പെമ്പിള്ളേരുണ്ടാവും. ഇപ്പോഴും എടാ മേളത്തെ ജോർച്ചാന്റെ മോള് നീ ക്ലീറ്റോ വന്നോ ഇപ്പോഴും അവക്കടെ മനസ്സിൽ നീയാ. നേഴ്സിന് അങ്ങ് പോയെങ്കിലും സത്യം പറയാല്ലേ. എനിക്ക് പിന്നെ ഈ പറഞ്ഞ മാതിരി അവിടെ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കാം. നിനക്ക് ഇതേ പറ്റൂ. നിനക്ക് ഇവിടെ വായിരിക്കുന്ന കേട്ടും ഇവിടെ ആങ്ങളുടെ വായിരിക്കുന്ന കേട്ടും ജീവിക്കാനാ നിന്റെ വിധി. അതൊക്കെ അവർ സ്നേഹം കൊണ്ട് പറയണല്ലേ അമ്മച്ചി. അതിരിക്കട്ടെ, നീ രാവിലെ വല്ലതും കഴിച്ചോ? ഞാനിപ്പം നോയമ്പാ. അത് ശരി. എടാ, പെണ്ണും പിള്ള എടുത്ത് നേരം വെളുത്ത് 2 അപ്പവും കിഴങ്ങേറി എടുക്കടി ഇവിടെ കൊണ്ട് വെക്കടി എന്ന് പറഞ്ഞ് തിന്നാനുള്ളൊരു കഴിവ് വേണം. അല്ലാതെ തങ്കം എന്ന് പറഞ്ഞിട്ട് പൊതിഞ്ഞെട്ടി അവിടെ ഇരിക്കുകയല്ല ചെയ്യണ്ടത്. അല്ല, അവൾ രാവിലെ എൻ്റെ അടുത്ത് ചോദിച്ചു എടുക്കട്ടെ. ഞാൻ പറഞ്ഞു നോയമ്പാ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ദൈവമേ വല്ലാത്ത കൂത്തായി പോയി. ഞാനേ പാർട്ടി ഓഫീസിൽ പോയിട്ട് വരാം. അതുവരെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ അമ്മച്ചി. മക്കളെ ചില്ലറ വല്ലതും ഉണ്ടോ? വണ്ടിക്കകത്ത് കാണാൻ പാടില്ലെങ്കിൽ എന്റെ ഒരു പൈസ ഇല്ല അമ്മച്ചി. എന്റെ പൈസ ഒന്നുമില്ല. മക്കളൊരു കാര്യം ചെയ്യാൻ അമ്മച്ചിയുടെ പേഴ്സ് അതിനകത്തുണ്ട്. എന്തോ വെച്ചാൽ എടുത്തോണ്ട് പോ. മക്കളെടുത്തോണ്ട് പോ. ആർക്ക് വേണ്ടി ഉണ്ടാക്കിയാലും എന്ത് ചെയ്യേ? ഒന്നുമില്ല. എന്റെ കുഞ്ഞെങ്കിലും ജീവിക്കട്ടെ. മക്കളെ പോകുന്ന വഴിക്ക് ചൂട് വെള്ളം എല്ലാം മേടിച്ച് കുടിക്കും. നിനക്ക് അതൊക്കെ യോഗം ഉള്ളു. ഇവിടെ നിന്നും കുടിക്കാനൊന്നും യോഗമൊന്നും ഇല്ല. ഞാൻ 100 രൂപ എടുത്താ അമ്മച്ചി. ഓ, അവനും പോയി. എന്നുവെച്ചാൽ ചൂട് വെള്ളം ഒന്ന് തള്ളയ്ക്ക് കൊണ്ടുവരണമെന്നുള്ളൊരു ചിന്തയില്ല. നേരം എടുത്ത് ഗുളിക അടിക്കണ്ട, തലവേദന എടുത്ത് പോലെ പാത്രം മൊത്തം അടിച്ചു പൊട്ടിച്ചവൾക്ക്. ഒരു ചൂടുവെള്ളം ഒരു തള്ള ചോദിച്ചാൽ അവൾ ആ അടുക്കള മൊത്തം അടിച്ചങ്ങ് നിരപ്പാക്കും അവള്. എന്തിനാ പറയുന്നത്? എൻ്റെ കുഞ്ഞിനെ വിളിച്ചോണ്ട് ഞാനങ്ങ് പോയാൽ മതിയായിരുന്നു. ഈ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞിനെ ഇവിടെ വായിരിക്കുന്ന കേൾക്കണോ ഇങ്ങനെ കിടന്നു? അവനെ വിളിച്ചോണ്ടങ്ങ് പോയാൽ മതിയായിരുന്നു. ഇപ്പൊ ഇലക്ഷനൊക്കെ വരുമ്പം നിൽക്കാനൊക്കെ ഉള്ളതാണ്. പക്ഷേ ഒന്ന് കയ്യെ കാണിച്ചാലേ. അളിയ എന്തായിരുന്നാലും അളിയൻ ആ ചെളിവെള്ളത്തിരുന്ന് കുളിച്ചില്ല മറ്റേ റോഡിൽ കട്ടറിലെ. ആദ്യം എന്തായാലും അളിയ ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ 2-3 സ്വീകരണം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാവൊന്നും പറയില്ല. സ്വീകരണമൊക്കെ നമുക്ക് പോവാം. പിന്നെ അളിയ ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നേ. അളിയ ചാനലുകാർ നിന്നെ തിരക്ക് ഓഫീസ് വന്ന് 2 പ്രാവശ്യം. ഏത് ചാനല്? മറ്റേ എന്താണ് ഏത് ചാനലാ? ഇവിടെ വിഷൻ കേരള. വിഷൻ കേരള. ഓ, അതിനാണ് അവൻ എന്നെ വിളിച്ചത്.
നീ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് ഇന്റർവ്യൂ ഒന്നും തരാൻ പറ്റത്തില്ല, അവൻ ഭയങ്കര തിരക്കിലാണെന്ന് പറഞ്ഞു. നീ എന്തിനാണ് അങ്ങനെ പറയാൻ പോയത്? ഇന്റർവ്യൂ എന്നുള്ള ഒരു അവസരമല്ലേ അത് കിട്ടുന്നത്? എന്റെ അളിയെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവത്തുള്ളൂ. അല്ല ഈ ചാനലുകാർ വിളിക്കുന്ന സമയത്ത് അങ്ങ് ഓടി അങ്ങ് ഇന്റർവ്യൂ ചെയ്യാൻ മതിയോ? ഓക്കെ, അതോക്കെ. എന്നിട്ട് എന്നത്തേക്ക് അവർ ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞു? അത് നിന്റെ സൗകര്യം പോലെ അവര് എടുത്തോളൂ. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഇന്റർവ്യൂ വീട്ടിലോട്ടാക്കാൻ പറയാം. അത് പറ്റത്തില്ല, അത് സ്റ്റുഡിയോയിലേ പറ്റൂ. പിന്നെ എന്റെ സൗകര്യത്തിനാക്കുമ്പോൾ ആ ഇന്റർവ്യൂ എന്റെ വീട്ടിൽ വെച്ച് നടത്താം, അതിൽ കാര്യമുണ്ട്. എന്ത് കാര്യം? ഇടേ വീട്ടുകാരൊക്കെ അറിയട്ടുള്ള എന്നെ കുറിച്ചൊന്ന്. തങ്കത്തിന് നിന്റെ എല്ലാ കാര്യങ്ങളും പറയാം, പിന്നെ എന്താ ആരെ അറിയിക്കാനാ? തങ്കമല്ല പിന്നെ ആരാണ്? എടാ അവിടെ വേർത്തുണ്ടല്ലോ എന്റെ അളിയനൊരു പോങ്ങൻ, അവനൊന്ന് അറിയട്ടെ എന്നെ കുറിച്ച്. അവനെയും അവന്റെ ഭാര്യയും പിന്നെ നമ്മളെ കുടുംബവും എല്ലാരും കൂടെ ചേർന്നുള്ള ഒരു ഇന്റർവ്യൂ. അല്ലാതെ പിന്നെ അവരെതിരെ എങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ അറിയണത്? എന്റെ അളിയനാണ് അവനെന്ന് ഈ ഇന്റർവ്യൂലുള്ള ആൾക്കാർ അറിയണം. അങ്ങനെ കുടുംബം ചേർന്ന ഒരു അടിപൊളി ഇന്റർവ്യൂ ആയിരിക്കും ആ ഇന്റർവ്യൂ. വിശേഷങ്ങൾ ഏട്ടാ ഒരു കാര്യം അറിഞ്ഞാ? ക്ലീറ്റോ ചേട്ടനെ പൈപ്പിമൂട് ജംഗ്ഷനിൽ വമ്പൻ സ്വീകരണം. ഒന്നും ഏട്ടനെ അറിഞ്ഞില്ലേ? ഇപ്പൊ ഇല്ല. ക്ലീറ്റോ ചേട്ടൻ സമരം ചെയ്ത ആ റോഡ് പണി തീർത്തില്ലേ? ആ റോഡ് അവൻ സമരം ചെയ്യണ അത് തന്നെയാ. എടി അവൻ ഒരു ദിവസം രാവിലെ അങ്ങോട്ട് പോയപ്പോൾ സ്കൂട്ടർ നാണ്ടും പറഞ്ഞാൽ ആ കുളത്തിൽ അവിടെ ഒരു കുളം പോലെ സ്ഥലം ഉണ്ടായിരുന്നു, അതിനകത്തേക്ക് ഓടയിൽ വീണ് പുറം മൊത്തം വെള്ളമായി. ഇവന് ദേഷ്യം വന്ന് അവിടെ കിടന്ന് എല്ലാവരും ഭയങ്കര വഴക്കായിരുന്നു. ചീത്തയൊക്കെ വിളിച്ചപ്പോൾ ആളുകൾ കൂടി. ഇതിൽ ഏതൊരു പയ്യൻ മൊബൈൽ എടുക്കണ കണ്ടവൻ, മൊബൈൽ എടുക്കണ കണ്ടതും ക്ലീറ്റോടെ തനി കൊണങ്ങ് മാറി. അവൻ പെട്ടെന്ന് റൂട്ട് മാറ്റിയിട്ട് സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും, എത്രയും പെട്ടെന്ന് സർക്കാർ നീതി പാലിക്കുക, റോഡ് നികത്തുക എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം, ആളെ കൂട്ടി ഫേസ്ബുക്കിലൊക്കെ വന്ന് അങ്ങ് പേരായി. അതല്ലാതെ അവ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചൊന്നുമല്ല, ഒരു അബദ്ധത്തെ പറ്റിയ കാര്യം. എന്റെ ഏട്ടാ വെറുതെ കുശുമ്പ് പറയരുതേ. അതൊന്നും അല്ല, ക്ലീറ്റോ ചേട്ടൻ സമരം ചെയ്തിട്ട് തന്നെയാ റോഡ് പണി തീർത്തത്. തന്നെ തന്നെ തന്നെ. ഇന്ന് വരെ അവൻ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടടി? അവൻ മര്യാദക്ക് രാഷ്ട്രീയം വിട്ടനെ. പക്ഷെ നീയും അവളും കൂടെ ചേർന്നാണ് അവനെ പാഴിക്കളണത്. അവൻ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും നിങ്ങളെ കൂട്ടിയിരിക്കും. അതൊന്നുമല്ല, നല്ലത് കണ്ടാ ഞങ്ങൾ നല്ലതെന്ന് തന്നെ പറയും. എന്നിട്ടാണ് വൈകിട്ട് ഇവിടെ ചാനലുകാർ ഇന്റർവ്യൂവിന് വരാൻ പോണത്. ഇവിടെ ചാനലുകാർ ഇവിടെ ഇന്റർവ്യൂവിന് വരുന്നുണ്ട്. നമ്മളൊക്കെ ഇരുത്തിക്കൊണ്ടാ ഇന്റർവ്യൂ. അത് ശരി. നിങ്ങൾ എല്ലാവരും ചേർന്നാണ് സമരം ചെയ്യാൻ പോയത്? ഞങ്ങളൊന്നും പോയില്ല, എന്നാലും ചാനലുകാർക്ക് നമ്മുടെ അഭിപ്രായമൊക്കെ അറിയണമെന്ന് ക്ലീറ്റോ ചേട്ടനെ പറ്റിയിട്ടുള്ള. ഓ അത് ശരി, നല്ല കാര്യം. അപ്പൊ ഏട്ടൻ വൈകിട്ട് നേരത്തെ വരണം. ശരി, വരാം. ഇപ്പൊ എവിടെ പോവാ? പോയിട്ട് നേരത്തെ വരണ്ടേ? അല്ല അതിന് ഇപ്പോഴല്ല, വൈകിട്ട് നേരത്തെ വന്നാ മതി. ഊണ് കഴിക്കണ്ടേ? കഴിക്കണം. തന്നല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അല്ല ഈ വലിയ കാര്യത്തിൽ അറിഞ്ഞ കാര്യം ഒന്ന് പറയണ്ടേന്ന്. വാ. വല്ല കാര്യമുണ്ട് ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അവന്റെ ഇന്റർവ്യൂ ആണെങ്കിൽ അവന്റെ ഇന്റർവ്യൂ, പിന്നെ ഞാൻ എന്തിനാണ്? ഏട്ടാ നല്ലൊരു ദിവസമായിട്ട് കുറച്ച് സന്തോഷമായിട്ട് നിൽക്കേട്ടാ. ഇപ്പൊ നിനക്കെല്ലാവരും അത്യാവശ്യം അറിയാം. നോക്ക് റെഡിയാവുമായിരിക്കും, ഞാൻ വിളിക്കാം. വിളിക്കാം. നാത്തൂനെ, ചുമ്മാ നാത്തൂനെ വാടേ. റെഡിയായോ? പിന്നെ ഞാൻ ഓഫീസിൽ പോകുമ്പോ അവിടെ പോയി ഇന്റർവ്യൂവിന് എന്തൊക്കെയോ പറയാനില്ലേ, അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. നാത്തൂനെ ഈ സാരി എങ്ങനെയുണ്ട്? അയ്യോ ഇത് നോക്കിയേ, അമ്മയുടെ പോലത്തെ തന്നെ സാരി. അയ്യോ ഇത് പ്രായമായവരെടുക്കുന്നതാ. ഇത് വില കൂടിയ സാരി, അതേപോലെ ഒന്നും അല്ലാതെ വില കുറഞ്ഞ സാരി അങ്ങോട്ട്. ഇതും വില കൂടിയ സാരിയൊക്കെ തന്നെയാ. ക്ലീറ്റോ ചേട്ടാ അവര് വരാൻ സമയമായോ? അവര് ഇപ്പൊ വരും പറഞ്ഞു. അയ്യോ ഈ സാരി ഒന്ന് മാറ്റി എടുത്തിട്ട് വരായിരുന്നു. എന്റെ കുഴപ്പമോടെ ഉള്ളു. അയ്യോ എന്റെ മുഖം കണ്ടായിരിക്കുന്നേ, കടന്തല്ലോ കുത്തിയല്ലോ, നേരെ വെളുത്തപ്പോ തൊട്ട് വീർത്ത് കെട്ടിക്കൊണ്ടിരിക്കുക. എന്റെ കുഞ്ഞിന്റെ ഔദാരത്തി ലോകം മൊത്തം ഒന്ന് അറിയാൻ നേരിച്ചപ്പോ അവനൊക്കെ എന്തിനാ ഒന്നും പറയണ്ട. നമ്മളെ മാത്രം എടുക്കാൻ ഒക്കത്തില്ലയോടാ. കൊണ്ട് വിടണം കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ എങ്ങോട്ട് പോവാ? പോവാൻ നിൽക്കുവല്ല അച്ഛാ, ഇവിടെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. എന്തോ സന്തോഷം? അതെ അച്ഛാ, ഇവിടെ 2 വർഷമായിട്ട് ഒരു റോഡ് പൊളിഞ്ഞു കിടക്കണുണ്ടായിരുന്നു. ക്ലീറ്റോ ചേട്ടൻ ഒറ്റയ്ക്ക് സമരം ചെയ്ത് ആ റോഡൊക്കെ ശരിയാക്കി ടാറൊക്കെ ചെയ്ത്. അയ്യോ പിന്നെ താറേ, അതെന്റെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ അങ്ങ് താറിട്ടോളും. അവനെന്തോ വില പറിക്കാനാ താറിടാനോ? ഇവനെ
താഴിടുമെന്ന് ഇവന് മനസ്സിലായപ്പം വളരെ കുതന്ത്രപരമായി യവൻ പോയി സമരവും സത്യാഗ്രഹവും ചെയ്താ അറിയാനക്ക്. അങ്ങനെയൊന്നും അല്ല പിന്നെങ്ങനെ? ക്ലീറ്റോ ചേട്ടന്റെ ഒറ്റ കഴിവുകൊണ്ട് തന്നെയാ. അയ്യോ, പിന്നെ അവന്റെ കഴിവിനെ പറ്റി നീ എന്നോട് പറഞ്ഞല്ലേ? കഴിവ് വേണമെങ്കിൽ നല്ല ഒന്നാം തരം തറവാട്ടി തുറക്കണം, അല്ലെങ്കിൽ നല്ല അഭിമാനവും അന്തസ്സും വിവരമുള്ള തന്തയ്ക്കും തലയ്ക്കും ജനിക്കണം. വായിരിക്കുന്നത് നിങ്ങൾ കേൾക്കല്ലോ കേട്ടാ. തന്തയ്ക്കും തള്ളയും ഉണ്ടായോണ്ട് എന്റെ കുഞ്ഞിനെ ജീവിക്കരുത്. പറയുന്നത് പറയണം. എനിക്ക് കാണാൻ പറയുന്നത് പറ. അച്ഛൻ ബഹളം. ഞാൻ ആയി വിളിച്ചടി ഇപ്പൊ ഇങ്ങോട്ട്. അച്ഛാ, ഇന്ന് ക്ലീറ്റോ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ചാനലിൽ നിന്ന് ആളുകളൊക്കെ വരുന്നുണ്ട്. എന്താ സംഭവം ഉണ്ടായത്? ക്ലീറ്റോ ചേട്ടന് ഒരേ നിർബന്ധം, കുടുംബക്കാരെ എല്ലാരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യണോ. എന്താ മഹാഭാഗ്യം ഈ സമയത്ത് ഞാൻ ഇവിടെ എത്തിയത്. ഇവനെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ചൂടുള്ള എടുത്ത് തലയിലൊരിടി. എന്തുവാ ഇത്? വാ അങ്ങോട്ട്. എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവണം? ഒരു കുഴപ്പമില്ലെന്ന്. എങ്ങനെ ടെൻഷൻ അടിക്കാൻ? അയാളെ വർത്താനം കേട്ടില്ലേ? ക്ലീറ്റ് പ്രാവശ്യം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കനങ്ങനെ ചന്തിയൊക്കെ ഉള്ളല്ലേ ക്ലീറ്റ്? വാ. ഇല്ല തങ്കം, അയാളെ നാവിന് എല്ലില്ലാത്ത മനുഷ്യനാണ്, പലതും പറയും. എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? എന്തായി പറയണേ? എന്ത് രാഷ്ട്രീയ ഭാവം നശിപ്പിക്കാനുണ്ടോ? അയ്യോ, ഞാൻ എങ്ങനെ? അതെ, ഒരു കാര്യം ചെയ്യാം. ഞാൻ ചാനലുകാരെ വിളിച്ചിട്ട് നിന്റെ തരാം. നീ പറ, എനിക്ക് വയ്യ, സുഖമില്ല എന്ന് പറഞ്ഞാൽ മതി. അയ്യേ, മോശമല്ലേ? അവരോടൊക്കെ വരാൻ പറഞ്ഞിട്ട് ക്ലീറ്റിങ് വന്ന് ഞാൻ മോശമില്ല, നീ വിളിച്ച് പറ. അയ്യോ, ഞാൻ ഏത് സമയത്ത് അയാളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ബെല്ലുണ്ട്, പറഞ്ഞു. ശ്വാസം മുട്ട്, ഞാൻ ഇപ്പൊ ചാവും. അയ്യോ, എടുക്കട്ടെ. വേറെ നമ്പറുണ്ട്. നീ ചുമ്മാ ഇരുതങ്കം, ആൾക്കാർ കാണുന്ന പരിപാടിയാണിത്. കടിക്കുന്നുണ്ട്, പറഞ്ഞോ. അയ്യോ, നീ വരത്തില്ലേ അവര്? അവര് വന്ന എന്ത്, വന്നില്ലെങ്കിൽ അമ്മച്ചിക്ക് എന്ത്? വന്നാൽ നമ്മൾ എടുക്കും, ഇല്ലെങ്കിൽ ഇല്ല. അത് ശരി. പിന്നെ വെറുതെ മെനക്കെട്ടെങ്കിൽ ഇത്ര ഒരുങ്ങി എന്തിനു തന്നെ? എന്തോ അച്ഛൻ ഒരു കാര്യം ചെയ്യും, വയ്യാതെ നിൽക്കല്ലേ, ചെറിയ ഇതില്ലേ? അപ്പൊ അച്ഛൻ വേണമെങ്കിൽ കിടക്കട്ടെ. എന്തുവാ നമ്മുടെ വീട്ടിനകത്ത് നല്ലൊരു കാര്യം നടക്കുമ്പം ഞാൻ വീട്ടിനകത്ത് പോയി മരുന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയോടാ. വന്നിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കും, എനിക്ക് എന്തെങ്കിലും അസുഖം തന്നെ വിചാരിക്കത്തുള്ളൂ. ശരി ശരി, എവിടെ വേഗം കേറി പോടാ. മുഷിയാന്ന് വേഗം കേറി വരാനാ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല? ഇല്ല, വലിയ പ്രയാസമൊന്നുമില്ല. അതെ, അപ്പൊ തുടങ്ങിയാലോ? എന്താന്ന് വെച്ചാലേ തൊണ്ടയ്ക്ക് ഒരു ഒച്ചാണ്. വെള്ളം എടുക്കണോ? നമുക്ക് വേറെ ചൂടുവെള്ളം കുടിക്കടാ. ശരിയാവൂല അമ്മ. കുഴപ്പമില്ല, തുടങ്ങാം. എന്താണ്, തുടങ്ങിക്കോളാം. അപ്പൊ തുടങ്ങല്ലേ? കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് പൈപ്പുമൂട് റോഡ് പൊളിച്ചു കിടന്ന റോഡ് നമുക്ക് ഗതാഗത സൗകര്യം ഒപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒപ്പിച്ചു തന്ന ആ മഹാനായ നേതാവിനെ നമുക്കിന്ന് പരിചയപ്പെടാം. മിസ്റ്റർ ക്ലീറ്റസ് മത്തായി. അതായത് എൻ്റെ പ്രവർത്തനത്തിന് എനിക്ക് എന്നും അതിനൊന്നല്ല എല്ലാ പ്രവർത്തനത്തിനും ഊർജം നൽകിയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ഇവരൊക്കെ തന്നെയാണ് എൻ്റെ എല്ലാ വിജയത്തിനും കാരണക്കാർ. പറയൂ. ഇത് തന്നെയാണ്, ഇവരൊക്കെയാണ് എൻ്റെ എല്ലാ വിജയത്തിനും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഏതൊരു പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവും. അത് ഭാര്യയാണെന്ന് നമുക്കറിയാം. കൊടുക്കാം, പറഞ്ഞോട്ടെ. എൻ്റെ പേര് തങ്കം. സത്യത്തിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഭാഗ്യമാണ് ക്ലീറ്റോനെ പോലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയത്. ക്ലീറ്റോ
ക്ലീറ്റോ വളരെ സ്നേഹമുള്ളൊരു ഭർത്താവാണ്. എന്നെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കില്ല. പിന്നെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് കൊണ്ടുതരും. എന്നെ ഒരു രാജകുമാരീനെ പോലെ നോക്കണതൊക്കെ. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ ഞങ്ങൾക്കറിയാം. ചെറുതായിട്ട് സ്നേഹിച്ചായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ അന്നേ ഉണ്ട് ക്ലീറ്റോന് ഇങ്ങനെ ഈ ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഒരു സംഗതി അന്നേ കിടപ്പുണ്ട് ക്ലീറ്റോന്റെ ഉള്ളിൽ. അപ്പൊ എന്താ വെച്ചാല് ഒരു ദിവസം അതെനിക്ക് മനസ്സിലായത്. ഒരു ദിവസം ഞാൻ ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് പാത്രം ബാഗിൽ നിന്ന് എടുത്തപ്പോൾ പാത്രം വീണ് നിലത്ത് വീണ് പോയി. ചോറ് മുഴുവൻ കൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ ചോറ് മുഴുവൻ കൊട്ടിപ്പോയപ്പോഴത്തേനും ഞാനിങ്ങനെ വിഷമിച്ച് അവിടെ ഇങ്ങനെ ബെഞ്ചിൽ ഇരുന്നപ്പോഴത്തേനും ക്ലീറ്റോ വേഗം തന്നെ പോയി അടുത്ത പിള്ളേരുടെ പാത്രത്തിൽ നിന്ന് ചോറും കറിയൊക്കെ എനിക്ക് കൊണ്ട് എടുത്തു തന്നു. അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനം അപ്പം മുതലുണ്ട് ക്ലീറ്റോന്. അതെ അതെ. അപ്പൊ അന്ന് മുതലേ എനിക്കറിയാം ക്ലീറ്റോ ഈ നിലയിൽ എത്തും എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിപ്പോ അങ്ങനെ വളരെ സന്തുഷ്ടമായിട്ട് പോവാണ്. ഞങ്ങൾക്ക് ഒരു മോള്. ഇതാ ഞങ്ങളുടെ മോള്. മോക്കെന്താ അച്ഛനെ കുറിച്ച് പറയാനുള്ളത്? ഡാഡിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരും. ഇതുവരെ ഒരു കാര്യത്തിന് എന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് വലുതാകുമ്പോൾ ഡാഡിയെ പോലെ തന്നെ നല്ലൊരു പൊതുപ്രവർത്തകമാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ആഗ്രഹം അല്ലയോ? മിടുക്കി. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ എല്ലാ നാട്ടുകാരും ഉണ്ട്, വീട്ടുകാരും ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു നമ്മുടെ പ്രിയപ്പെട്ട ഒരു അദ്ദേഹത്തിൻ്റെ അളിയനുണ്ട്. ഒന്ന് സംസാരിക്കാം. പറഞ്ഞോ. പറയൂ. ഉണ്ട്, കേൾക്കുന്നുണ്ട്. അളിയനാണ്. ഞാൻ കനകൻ, KCB ഉദ്യോഗസ്ഥനാണ്. പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അളിയനെ പോലെ ഒരു അളിയനെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ അളിയൻ്റെ ഗുണങ്ങളിങ്ങനെ പറയാറുണ്ട്. ശരി. ഒരു അളിയൻ്റെ നേരത്തിൽ എന്നെ ഇതുവരെയും അങ്ങനെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ല പുള്ളി. അളിയൻ ഓരോ ദിവസവും ഓരോന്നിൽ ചെന്ന് ഇടപെടും. അതിന്റെ പിറകെ അടക്കലാണ് നമ്മുടെ പരിപാടി. എന്ന് പറഞ്ഞാല് അളിയൻ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ തന്നെ അളിയൻ ഇപ്പൊ ഈ റോഡ് ഇങ്ങനെ ആക്കിക്കൊണ്ടാണല്ലോ നമുക്കിപ്പോ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ വരാൻ പറ്റിയത്. അപ്പൊ വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് അവളാണ് വലിയ സന്തോഷത്തോടെ നിന്ന്. എന്താണ് പറയാനുള്ളത്? ഞാനും ക്ലീറ്റോ ചേട്ടനും ഇവിടെ വന്നു കയറിയ ആളാണ്. എന്നാലും ക്ലീറ്റോ ചേട്ടൻ ഈ വീട്ടിലില്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയ പോലെയാണ്. നാട്ടില് മാത്രമല്ല, നമുക്ക് വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും മുമ്പ് എന്തെങ്കിലും ക്ലീറ്റോ ചേട്ടനുണ്ട്. എന്തായാലും നാട്ടുകാർക്കൊക്കെ ക്ലീറ്റോ ചേട്ടന്റെ ഈ ഒരു കഴിവ് മനസ്സിലായല്ലോ. അത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം. എല്ലാവർക്കും അളിയനെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം പറയുന്നത് ഈ അളിയന്മാര് തമ്മിലുള്ള ഒരു സ്നേഹമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനില്ലെങ്കിൽ അളിയല്ല, അളിയില്ലെങ്കിൽ ഞാനില്ല. അതെ, ഏട്ടന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലീറ്റോ ചേട്ടനും ഉണ്ടാവും. ക്ലീറ്റോ ചേട്ടന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏട്ടനും ഉണ്ടാവും. ഇനി നമുക്ക് ഈ വീട്ടിലൊരു കാരണവരെ പരിചയപ്പെടാം. വന്നിട്ട് അതെ, നമുക്ക് വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് ബാക്കി ജ്യൂസ് ഉണ്ട്. അല്ല സാറേ, പോകേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് തന്നെ അപ്പുറത്തൊരു വർക്കുള്ള അച്ഛനുണ്ട്. അച്ഛന് കിടക്കണോളൂ, വലിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവർക്ക് തിരക്കുണ്ട്. രാവിലെ വെള്ളയും ഇട്ടുകൊണ്ട് ഇറങ്ങി പോവും. രാത്രിയാവുമ്പോ പാതിരാത്രിയാവുമ്പോ തിരിച്ചു വരും. ഇവിടെ പോന്നോ, എന്തിനു പോന്നോ, എന്ത് പണിക്ക് പോന്നോ അറിയത്തില്ല. പക്ഷെ ഇപ്പൊ അവൻ ജനസമ്മതനായില്ലേ, റോഡ് പൊളിഞ്ഞ നന്നാക്കി കൊടുത്തില്ലേ, മതി. നാളെ അവനൊരു MLA യോ മന്ത്രിയോ പഞ്ചായത്ത് മെമ്പറാവും, യാതൊരു സംശയമില്ല. എനിക്ക് സന്തോഷമായി. മിടുക്കനവൻ. ഇനി പണി മതി. ഈ പണിയല്ലാതെ അവൻ ഒന്നിനും പോണ്ട. ഇനി നമുക്ക് മറ്റൊരാളെ പരിചയപ്പെടാം. ഈ ഭാഗ്യവാന്റെ അമ്മയെ പരിചയപ്പെടാം. എനിക്ക് 2 മക്കളാ സാറേ, ഒരു മോളും ഒരു മോനുമാ. ഇവ ഇങ്ങനെയൊക്കെ ആവൂന്ന് എൻ്റെ വയറ്റിൽ കിടന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു. എൻ്റെ വയറ്റിൽ കിടക്കുമ്പോഴേ അവൻ്റെ അപ്പച്ചൻ്റെ പ്രസംഗവും അപ്പച്ചൻ രാഷ്ട്രീയത്തിൽ പോയൊക്കെ അങ്ങനെയൊക്കെ ഒരു കലാകാരമായിട്ടുള്ളൊരു വ്യക്തിയാണ്.
അന്നേരം എൻ്റെ വയറ്റിൽ കിടക്കുമ്പോഴേ അവൻ ആ കലാവാസന വന്ന് 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 അവൻ ജനിച്ചതാണേ. അന്നേരം ഇത് കിട്ടുന്നതിൽ അതിശയമൊന്നുമില്ല. എനിക്കറിയാം ഇവ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ അവൻ പ്രസംഗത്തിനും പാട്ടിനും എന്തിനാ മാപ്പിള ഡാൻസിന് വരെ അവൻ ചേർന്ന് കിണ്ണങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ കിണ്ണം മേടിച്ചോണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന പിന്നെ അതിനകത്ത് മതി അവന് കൂട്ടായി. പിന്നെ വേറൊരു പിഞ്ഞാണം വേണ്ട. അയ്യോ കഥ പറഞ്ഞു കൊടുക്കണം അവന്. ചോറുണ്ടായി ഞാൻ കഥ പറഞ്ഞു കൊടുത്താ, ഒരു കഥ പറഞ്ഞു കൊടുത്താ 10 കഥ പറഞ്ഞു കൊടുത്താലും അവന് മതിയാവത്തില്ല. എൻ്റെ കുഞ്ഞ് ഈ നെഞ്ചത്ത് വളർത്തിയ ഞാൻ അവനെ വളർത്തിയത് 7ാം ക്ലാസ്സിലായപ്പോ ഒരു ബന്ധു വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി ഇവനെ അവിടെ പഠിപ്പിക്കാനേ. അവിടെ അതിനുശേഷം ഞങ്ങൾക്ക് കഷ്ടകാലം തുടങ്ങിയത്. 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലോട്ടായപ്പോഴത്തേന് ഈ പെങ്കൊച്ചോട്ടങ്ങ് സ്നേഹമായി. അവളുടെ ഒരു ലെറ്റർ ഏതാണ്ട് കണ്ട അങ്ങ് പ്രേമത്തിലായി. പിന്നെ ഈ കഷ്ടപ്പെട്ട് വളർത്തി അപ്പച്ചനെ വേണ്ട, അമ്മച്ചനെ വേണ്ട, ആരും വേണ്ട. അവന് കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയത് മാത്രം മിച്ചമായി. അവ എന്നിട്ട് തിരിഞ്ഞു നോക്കത്തില്ല. എന്റെ കുഞ്ഞിനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അവൻ കല്യാണം ഏതൊരു പെണ്ണിനെ വിളിച്ചോണ്ടങ്ങ് പോയി. സാറ് പറ സഹിക്കോ, ഒരു പറ്റത്തുള്ള സഹിക്കോ സാറേ? അത് പോയത് പോട്ട് അവൻ ഇന്ന് വരെ എനിക്കൊരു 5 രൂപ കാശ് എനിക്ക് തന്നിട്ടില്ല. എന്നാ പോട്ട് കൊണ്ടുപോയ പെങ്കൊച്ചിനെ നല്ല രീതിയിൽ നോക്കുക, അതുമില്ല. ഇവ എവിടെല്ലാം ഉണ്ടാക്കിയാലും ഏത് റോഡ് നന്നാക്കിയാലും സ്വന്തം പറ്റതള്ളയുടെ കണ്ണീരൊപ്പത്ത് അവൻ മുടിഞ്ഞു കൊടുത്തു. ഈ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വാക്കുകൂടെ നമുക്ക് കേൾക്കാം. ജനിക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു അമ്മയുടെ മകനായിട്ട് തന്നെ ജനിക്കണം, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഡാഡിയുടെ പാർട്ടിയിൽ ഒരുപാട് അണികൾ ഇതിനു വേണ്ടി ഡാഡിയുടെ പാർട്ടിയില് ഒരു നിമിഷം, ഒരു 500 നോട്ട് തരൂ. പിന്നെ അതൊന്നും പിന്നെ എന്നിട്ടാണ് ഇപ്പൊ ചാനലുകാരെല്ലാം കൂടെ അത് കാരണമാണ് അവൻ ഈ രാഷ്ട്രീയം പിന്നെ മാറാത്തത്. ബാക്കി വിട്ടെ. മാറ്റിയിട്ടിട്ട് വരായിരുന്നു. നല്ല അന്തസ്സും അഭിമാനമുള്ള വിവരമുള്ള നല്ല ഞാനേ അയ്യോ ഒരു വലിയ അബദ്ധം പറ്റി, സോറി. പ്രിയങ്കരനായ നേതാവ് ശ്രീ